ഹലോ നമസ്കാരം. അപ്പോൾ രാധാസ് ഒമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരുമ്പമ്മയുടെ കഥയൊന്ന് കേൾക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളുടെ മനുവും അലീനയും കൂട്ടുള്ള സംഭാഷണമാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ മനു ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും നിന്നോട് ഒരുപാട് അടുത്തു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയും അതെ, അലീന പറയും അതെ, ഒരാൾ ഒഴിക്കുകയെന്നറിയും. വൈജ മാഡം അല്ലേ എന്ന് വയ്ക്കുമ്പോൾ അതെ അറിയും. രോഹിത്തൊക്കെ എങ്ങനെ വയ്ക്കുമ്പോൾ എല്ലാവരും 4 പേര് എൻ്റെ കൂടെ ഉണ്ട് മനുവേട്ടാ എന്നൊക്കെ പറയാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മനുവേട്ടൻ വരുന്നത് തന്നെ എനിക്കൊരു ഉഷാറാണെന്ന് പറയണം. അപ്പോൾ ഞാനെന്താ ചാർജറോ എന്ന് നോക്കിയാണ് കേട്ടോ, അറിയില്ല, എനിക്കൊരു പുതിയ ഉണർവാണ്. മനുവേട്ടൻ വരുമ്പോൾ പറയുമ്പോൾ ഇവനിങ്ങനെ നോക്കും. അങ്ങനെ അവരുടെ മാത്രം ഒരു സ്നേഹ സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ രോഹിത്ത് ഒരു നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞിട്ട് കൊടുന്നു കൊടുക്കേണ്ട ഒരു ഗ്ലാസ്സിൽ. അപ്പോൾ പറയും ഇതെന്താ, ഇത് ഞാനൊരു ലബോറട്ടറിയിൽ ഉണ്ടാക്കി കൊടുത്ത സാധനമാണെന്ന് അറിയാണ്. അപ്പോൾ ലബോറട്ടറിയോ എന്ന് ചോദിക്കുമ്പോൾ കിച്ചൺ എനിക്ക് യാതൊരു പരിചയമല്ല, അപ്പോൾ അതിൻ്റെ പരീക്ഷണശാലയല്ലേ, അവിടെ ഏതാണ്ടൊക്കെ ഇട്ട് കൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, എങ്ങനെയുണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന് പറയും. അപ്പോൾ മനു ഇത് കുടിച്ചിട്ട് പറയുമ്പോൾ ഇതെന്താ പഞ്ചസാര ലൈനിയൊന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, വെള്ളം ഒഴിച്ചു തരാമെന്ന് പറയും. ആൾ ഭയങ്കര ഉഷാറാട്ടോ, ഭയങ്കരമായിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ അപ്പോൾ പറയണം. അപ്പോൾ ഞാൻ പിച്ച വെച്ച് തുടങ്ങുന്ന കുട്ടിയല്ലേ മനുവേട്ടാ, എല്ലാം പഠിച്ച് വന്നിട്ട് വേണ്ടേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ഇതുവരെയും ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരുന്നു എന്നൊക്കെ പറയണേ. അങ്ങനെ ഇവർ രണ്ടാളും എല്ലാം ഇത് കഴിയാണ്. അപ്പോഴേക്കും ഭവിത വരുന്നുണ്ട്. ഭവിത വരുന്ന സമയത്ത് റോഹി പോയി വാതിൽ ഉറക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് ഇവിടുത്തെ എല്ലാ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ. അപ്പോൾ പനി ലേശം കുറവുണ്ടെന്ന് അറിയും. അപ്പോൾ മനുവേട്ടൻ വന്നിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ പനി തീരെ ഉണ്ടാവില്ല എന്നറിയും. അതാന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ എന്നറിയും. എന്തായാലും ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് അങ്ങനെ ഭവിത നേരെ വരികയാണ്. റൂമിലേക്ക് വരുമ്പോൾ മനു അപ്പോഴേക്കും പോയിട്ടുണ്ട് കേട്ടോ. റൂമിൽ വരുമ്പോൾ അലീന അങ്ങനെ എഴുന്നേക്കാൻ നോക്കുകയാണ്. അപ്പോൾ പറയും അത് ശരി, എങ്ങടെ പോയി എഴുന്നേറ്റ് ഉടനെ പനി മാറുന്നതിൻ്റെ മുന്നേ എന്ന് പറയുമ്പോൾ പനി കുറവുണ്ട് എന്നറിയും. പിന്നെ എങ്ങടെ പോകണേക്കും, ഞാൻ ലേശം വെള്ളം കുടിക്കാൻ അതിനല്ലേ ഇവിടെ റോഹിട്ടനെ ഇതിനെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. റോഹിട്ട് എങ്ങനെയാണ് പോയത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ നീ വന്നപ്പോൾ വാതിലുറക്കാൻ വേണ്ടി വന്നല്ലേ, അപ്പോൾ ഉറങ്ങായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ എഴുന്നേറ്റേ എന്നറിയും. അവിടെ ഇരുന്നാൽ അത് ഞാൻ കൊടുന്നേരം വെള്ളം. പക്ഷെ ഭയങ്കര റഫായിട്ടാണ് അലീനോട് സംസാരിക്കുന്നത്. എന്നാൽ പുള്ളിക്കാരിയുടെ ആ ഈഗോ വിട്ട് മാറുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരാം, ഇപ്പോൾ ഈ വെള്ളം കുടിക്കുക, ഞാൻ ചൂടാക്കിയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അലീന ഇങ്ങനെ കരയുമ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കി എന്തിനാ അലീന ചേച്ചി കരയണേ ചോദിക്കും. വിഷമമായിട്ട് അവൾ പറഞ്ഞ് വിഷമമായിട്ടാണ്, അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് കാര്യമാക്കണ്ട. അല്ല മോനെ, സ്നേഹം നിങ്ങൾക്കൊക്കെ എന്നോട് ഒരുപാട് സ്നേഹമാണല്ലോ, അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അവൾ ചൂടുവെള്ളം ആക്കിയിട്ട് ഒരു ജഗ്ഗിൽ നിറയെ ചൂടുവെള്ളം ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൊടുത്തു നിർത്തുന്നു. ഇത് കുടിക്കണം, ഞാൻ കുറച്ചും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് ബാക്കി അത് കൊടുന്ന് ഒഴിക്കാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ റോഹി എപ്പോഴും കൂടെ ഉണ്ട്. റോഹി വിട്ട ഒരു പരിപാടിയില്ല, അലീനയുടെ കൂടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് ജഗിലേക്ക് ഒഴിക്കുമ്പോഴേക്കും വരണു വൈജ ഞൊണ്ടി വരുന്നുണ്ട് അടുക്കളയിൽ വന്ന് കഴിയുമ്പോൾ നീ ഇതെന്നാടി ഇവിടെ ചെയ്യുന്നേ, നീ എന്നതാ ഈ ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ പറയും ഞാൻ ലേശം കാപ്പി ഉണ്ടാക്കുകയാണ്. വൈജ നീ എന്താ ഉണ്ടാക്കുന്ന നോക്കുമ്പോൾ ഇത് അലീന ചേച്ചിക്കുള്ള കാപ്പിയും സ്നാക്കുകളാണ്, ബിസ്ക്കറ്റ്, ബണ്ണ്, റസ്കൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയും അലീന ചേച്ചിയോ, നീ വലിയ ശത്രുവായിരുന്നല്ലോ അവളുടെ, എന്നിട്ട് നീ എന്തപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്ന് പറയും. അച്ഛൻ എന്നോട് വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു, അതിന് നീ ഇതൊക്കെ എന്തിനാ അവൾക്കുണ്ടാക്കി കൊണ്ടു കൊടുക്കണേ. അപ്പോൾ അലീന ചേച്ചി സുഖമില്ലാണ്ട് കിടക്കുകയാണ്, പനിയാണ്, അപ്പോൾ പിന്നെ വല്ലതും കൊടുക്കണ്ടേ എന്നറിയാണ്. നമ്മളുടെ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നമ്മളുടെ ഭവിത സംസാരിക്കുന്നത്. കാരണം അമ്മ ചോദ്യം ചെയ്ത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവൾ അങ്ങനെയാണ് തിരിച്ച് പറയുന്നത്. അപ്പോൾ പറയും നീയൊക്കെ എന്നാടി അവളുടെ അടിമകളായത്, നിൻ്റെ അച്ഛൻ പറയുന്നത് നിങ്ങളൊക്കെ അടിമവേല ചെയ്യാനും ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഭവിത അല്ല അമ്മയ്ക്ക് ഇപ്പോൾ എന്തിൻ്റെ കേടാ, അമ്മ ഒരു ഭാഗത്ത് അമ്മയുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് അമ്മയാണോ പറയാൻ? അപ്പോൾ നിനക്ക് പരീക്ഷയൊന്നുമില്ലേ, ഞാനിവിടെ അങ്ങനെ ഒരുത്തി വയ്യാണ്ട് കണ്ടിട്ട് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി കണ്ടില്ലല്ലോ എന്ന് പറയും. അന്നിവിടെ ജോലിക്ക് ആളുണ്ടായിരുന്നില്ലേ എന്ന് പറയും. അത് ശരി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അല്ല അമ്മയ്ക്കിപ്പോൾ ഇതെന്താ വേണ്ടത്, ഞങ്ങൾ കുറച്ച് മനുഷ്യപ്പറ്റ് മറ്റുള്ളവരോട് കാണിക്കുന്നതാണോ നമ്മുടെ തെറ്റ്, എല്ലാവരും അമ്മയുടെ നിലവാരത്തിലേക്ക് വന്നാൽ എങ്ങനെ ശരിയാവുക, നീ വലിയ നിലവാരക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫൈറ്റാണ് കേട്ടോ വൈജ. പക്ഷേ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നല്ല മറുപടിയും നമ്മളുടെ ഭവിത കൊടുക്കുന്നുണ്ട്. അവസാനം ഭവിത നിങ്ങളെന്നാ ചെയ്യുമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ഭവിത ചോദിക്കുക അമ്മയ്ക്ക് കാപ്പി വേണോ, എനിക്കൊന്നും വേണ്ട, നിൻ്റെ കാപ്പി നീ മറ്റവർക്ക് കൊണ്ടു കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെയും കാപ്പിയും ഇതൊക്കെ ആയിട്ട് ചെല്ലിയാണ് നമ്മളുടെ
ബബിത ഇവിടേക്ക് ആരുടെ അലീനയുടെ അടുത്തേക്ക്. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അലീന നോക്കിയിട്ട് പറയും കാപ്പി എടുത്ത് വയ്ക്കാം, ഇവിടെ വയ്ക്കാം, എടുത്ത് കുടിച്ചോളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അപ്പോൾ അലീനയ്ക്കൊരു കുസൃതി. അപ്പോൾ പറയും ഇല്ല എനിക്ക് വയ്യ, എടുത്ത് തരുമോ വയ്ക്കുമ്പോൾ വയ്യേ എന്ന് വയ്ക്കും. വയ്യ എനിക്ക് എൻ്റെ കൈ അങ്ങോട്ട് നീളുന്നില്ല, മേലൊക്കെ വേദന, ഒന്നും എടുത്ത് തരുമോ വയ്ക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാപ്പി ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബിസ്ക്കറ്റിലൊക്കെ കാപ്പിയിൽ മുക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ അലീന കിട്ടിയ ചാൻസിന് അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഞാൻ തനിച്ച് കഴിച്ചോളാം, മോള് പൊക്കോ എന്ന് പറയും. അത് വേണ്ട, ഇത്രയും ചെയ്യാമെങ്കിൽ ബാക്കിയും കൂടി എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് മൊയ്ത അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും കൊടുക്കുന്നുണ്ട് ഭക്ഷണം, പിന്നെയും കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത് പോയി. പിന്നെ അത് കഴിയുമ്പോൾ നമ്മളുടെ റോഹിത്ത് മുറ്റടിക്കുകയാണ്. ഗംഭീര അതിന് ശേഷം നമ്മളുടെ ഭവിത കുറേ വെള്ളം ചൂടാക്കി വരുന്നുണ്ട്. മാറിപ്പോയത് കേട്ടോ, ക്ഷമിക്കണം. വെള്ളം ചൂടാക്കി എന്നിട്ട് പറയും നമുക്കൊന്ന് നെറ്റിയും കഴുത്തും കൈയും കാലൊക്കെ ഒന്ന് തുടയ്ക്കാം, ഒന്ന് എഴുന്നേറ്റിരുന്നാൽ ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പിടിച്ച് നീപ്പിച്ച് ഇരുത്തി കൈയും കാലും ഒക്കെ ചൂടുവെള്ളം കൊണ്ട് പതുക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും വിക്സും ബാമൊക്കെ തേച്ചിട്ട് ആകെ കുഴഞ്ഞ് കിടക്കല്ലേ ശരീരം, അതുകൊണ്ടാണെന്നൊക്കെ അങ്ങനെ അലീന പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തുടച്ചൊക്കെ കൊടുത്ത് മേലൊക്കെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈയും കാലൊക്കെ ചൂടുവെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കുമ്പോൾ അലീന ചോദിക്കുന്നത് എങ്ങനെയാണ് പിന്നെ പഠിച്ചത് വയ്ക്കും. അപ്പോൾ പറയും അലീന ചേച്ചി റോഹിയേട്ടനെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടല്ലോ, അങ്ങനെ പഠിച്ചതാന്ന് പറയാണ്. ഓ അത് ശരി, അപ്പോൾ നോക്കി നിൽക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെന്താ ഇതൊക്കെ ഇപ്പോൾ ഒക്കെ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആൾ ചിരിക്കണമെന്നില്ല, ഭയങ്കര സീരിയസ് ആണ് കേട്ടോ ഭവിത. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ റോഹി ഭയങ്കര മുറ്റടിയാണ്. അവിടെ അടിക്കണു ഇവിടെ അടിക്കണു, കുറേ ചവറുകൾ കൂട്ടി വയ്ക്കണു. അത് കണ്ടിട്ടാണ് നമ്മൾ അനിയത്തിക്കുട്ടി വരുന്നത്, കൃഷ്ണമോൾ വരുന്നുണ്ട്. കൃഷ്ണമോൾ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് മുറ്റമടിയാണ്. അപ്പോൾ പറയും അല്ല റോഹിയേട്ടാ എന്തായി കാണിക്കുന്നത്, നീ കണ്ടില്ലേ ഞാൻ മുറ്റടിക്കാനാണ്. അപ്പോൾ ഞാൻ കൂടണോ? വേണ്ട ഇത്രയും ഞാൻ ചെയ്ത് വെച്ചില്ലേ, ഇനി ബാക്കിയും കൂടെ ഞാൻ ചെയ്യാം എന്ന് പറയാണ്. അത് കൊള്ളാം, നടക്കട്ടെ എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ പറയും ഇങ്ങനെയല്ല റോഹിയേട്ടാ ശരിക്കും ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രനാണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവൻ കൂട്ടി വെച്ച കരിയിലയുടെ മുകളിൽ കൂടെയാണ് കാറ് കൊടുത്ത് നിർത്തുന്നത് കേട്ടോ. കാറ് കൊടുത്ത് നിർത്തുമ്പോൾ അവങ്ങനെ നോക്കുന്നുണ്ട് ദയനീയമായിട്ട്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഈ ചൂല് മറിച്ച് പിടിക്കുകയാണ് ആൾ. അപ്പോൾ പറയും നീ എന്താണ് ചെയ്യുന്നത്, മുറ്റം അടിക്കുക എന്നൊക്കുമ്പോൾ അതേ എടാ മുറ്റം എങ്ങനെയല്ലടാ അടിക്കുക, മുറ്റ നേരെ അടിക്കണം, ഇങ്ങനെയാണോ അടിക്കേണ്ടത്, പരിധി വല വീശുന്ന പോലെയാണല്ലോ, ഇങ്ങനെയല്ല മുറ്റടിക്കുക, നിൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അച്ഛൻ വന്നൊന്ന് അടിക്കുക. ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല, എന്നാൽ ഞാൻ പോയിട്ടേ മുറ്റമടിക്കണേൽ മാസ്റ്റർ ബിരുദം എടുത്ത് വന്നിട്ട് ഞാൻ അടിച്ചു വരാം എന്ന് പറയുന്നത്. അങ്ങനെ അച്ഛനും മകനും ഉള്ള തമാശകളാണ്. അപ്പോൾ ഇത് കാരണം ബാലേന്ദ്രൻ കാറ് നിർത്തിയിട്ട് നീ മുറ്റടിക്കുക ഞാൻ നടക്കട്ടെ പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ ഇവള് കൃഷ്ണ കാണിച്ചു കൊടുക്കുന്നത് കണ്ടോ അച്ഛാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ആ സംഭാഷണമൊക്കെ. അത് കഴിഞ്ഞിട്ട് ശരി നടക്കട്ടെ നിൻ്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് എങ്ങനെയുണ്ട് ചേച്ചിക്ക് എങ്ങനെയുണ്ട് പറയലേ അച്ഛൻ, ഞാൻ ഡാൻസ് ക്ലാസ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളൂ, പിന്നെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ബാലേന്ദ്രൻ വന്നിരിക്കുന്നുണ്ട്. അലീനയുടെ അടുത്ത് ഇരുന്നിട്ട് നെറ്റിയൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നീ റെസ്റ്റ് എടുക്കുക, നിന്നെ പരിചരിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കുക, അത് നല്ലോണം അസുഖം മാറുകയൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നുണ്ട് മകളെ. എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്, ആരും മിസ് ചെയ്യേണ്ട കാണുക. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഇന്ന് കഥ പറഞ്ഞത്, എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, ഓരോരോ പണികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, ലേറ്റായി കഴിഞ്ഞിട്ട് ആരും എൻ്റെ കഥ കേൾക്കാതെ പോകരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തണോ. താങ്ക് യു.